ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കുട്ടികളെ കണ്ടോ? ഇപ്പോൾ രാത്രിയും പുറത്താണ് കെട്ടിയിടുന്നത്. നമ്മൾ ആ ഷെഡിനകത്ത് ആ മണ്ണുള്ള സ്ഥലത്ത് കെട്ടുന്ന സമയത്തേ അവർ ഈ നൈറ്റ് വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ തട്ടിമറിച്ചിട്ട് കംപ്ലീറ്റ് അളിവിളിയാക്കുക. ചെളിയിൽ തന്നെ കിടക്കുന്ന കണ്ട് ശരി അവിടെയും ഡ്രൈ ആകട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ എന്തായാലും ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ മാറ്റി മാറ്റി നമ്മൾ കെട്ടിയിട്ട് ഇവിടെയൊക്കെ അതെ ആൾമോസ്റ്റ് എല്ലാം ഇവർ പുല്ലെല്ലാം കഴിച്ച് കഴിയാറായി. അപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ്റെ തടത്തിലെല്ലാം ഇഷ്ടം പോലെ പുല്ലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തെങ്ങായിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ കെട്ടുക. ഇവർ ഈ സൈഡ് തേക്കും മഹാഗണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കടിക്കാത്ത പോലെ നമ്മൾ കയർ ചുരുക്കി ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. ഒരുപാട് നീളം വിട്ടിട്ടില്ല, ഒരു 5-8 മീറ്ററൊക്കെ കയർ നീളം വിട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇവരെ ഇവിടെ തന്നെ കെട്ടുന്നത്. അപ്പോൾ നമുക്ക് ടബ് വെച്ചേക്കുന്നുണ്ടോ, ഭക്ഷണം കൊടുക്കാനും വെള്ളമൊക്കെ നമ്മളിത് ഇവിടെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ഇവിടെ തന്നെയാണ് കെട്ടുന്നത്. കുട്ടികളുടെ അപ്ഡേറ്റ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. ഇത് ഇവളെയാണ് കുറേ ആൾക്കാർ കണ്ണു വെച്ചേക്കുന്നത്, ഇവളെ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഇവളെ എന്നല്ല, ഇവളെയും കൊടുക്കുന്നില്ല, ഇവളെയും കൊടുക്കുന്നില്ല, അവളെയും കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഇവരെ ചെറുപ്പം തൊട്ട് 2 മാസം നല്ല ഡെയിലി 2-2.5 ലിറ്റർ രാവിലെയും വൈകുന്നേരം പാലൊക്കെ കൊടുത്ത് സെറ്റായി 2 മാസത്തോളം ഇങ്ങനെ കൊടുത്ത് സെറ്റാക്കി വന്നതാണ്. അതിനുശേഷം നമ്മുടെ കാർഗിലിൻ്റെ കാഫ് സ്റ്റാർട്ടർ, പിന്നെ കാഫ് ഗ്രോവർ, ഇപ്പോഴും ഗ്രോവർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 9 മാസം വരെ നമ്മൾ ഗ്രോവർ കൊടുക്കും. ഇപ്പോൾ 6 കഴിഞ്ഞ് 7-ാമത്തെ മാസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ. ഓക്കെ.